ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു LDC പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഖാദി ബോർഡ് LDCയുടെയൊക്കെ സെക്കൻഡ് സ്റ്റേജ്, നമ്മൾ അതിന് മുമ്പിട്ടുള്ള തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഫിഫ്ത്ത് സ്റ്റേജും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റേജിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം 1924-25 കാലഘട്ടങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഓപ്ഷനിൽ 24 25 വന്നതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരെ? അപ്പം കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ, ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? അപ്പം താഴെ കൊടുത്തിട്ടുള്ളവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഡി ആണ്, പാഞ്ചാലി ശപഥം. അപ്പം എൻ്റെ ഗുരുനാഥനും ബാപ്പുജിയും ഇന്ത്യയുടെ കരച്ചിലും വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. അപ്പൊ RBIയുടെ ആസ്ഥാനം നമുക്കറിയാം മുംബൈ ആണ്. RBIയുടെ ആസ്ഥാനം മുംബൈ, ഓപ്ഷൻ ബി. താഴെ പറയുന്നവൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? അപ്പം താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലയിൽ പെടുന്നതാണ് അവകാശ സംരക്ഷണം. നിർബന്ധമായും രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് നൽകേണ്ടതാണ് ഈ ഒരു അവകാശ സംരക്ഷണം. അതിന്റെ സുരക്ഷ ആർക്കാണ്? രാഷ്ട്രത്തിനാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ സതി എന്ന ശ്രദ്ധേയമായ ചിത്രം വരച്ചതാരാണ്? നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഇതൊക്കെ SCRT ഫാക്റ്റ് ആണ്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. അടുത്തത്, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏത്? അപ്പം താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ലൂ മാത്രമാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. നമുക്കറിയാം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയുണ്ട്? ലൂ ഉണ്ട്, മാംഗോ ഷവർ ഉണ്ട്, കാൾ വൈശാഖി, മറ്റൊരു പേരെന്താണ്, നോർവെസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ചെറി ബ്ലോസം ഉണ്ട്, പിന്നെ പശ്ചിമ അസ്വസ്ഥത. ഇതൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. ഇതിൽ ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതങ്ങളുടെ കിഴക്കൻ ചുറ്റിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ. ഫൊൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ ആൽസ് പർവ്വതനിരയുടെ വടക്കൻ ചുറ്റിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരക രോഗമായ നിപ്പക്ക് കാരണം. ഇപ്പൊ നിപ്പ നമുക്കറിയാം ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, നിപ്പ എന്നത് ഒരു വൈറസ് രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. അപ്പൊ ഇന്ത്യയുടെ കിഴക്ക് തന്നിട്ടുള്ളത് ഏതാണ് വരുന്നത്? ഇന്ത്യയുടെ കിഴക്കാണ് എന്ത് വരുന്നത്? ബംഗാൾ ഉൾക്കടൽ വരുന്നത് അല്ലേ. അപ്പോൾ ഒന്നിന് നേരെ നമുക്ക് സി കൊടുക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറാണ് ആര് വരുന്നത്? അറബിക്കടൽ വരുന്നത് അല്ലേ. അപ്പം 2 എന്ത് കൊടുക്കാം? 2 നമുക്ക് ഡി കൊടുക്കാം. മൂന്നാമതായിട്ട് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് എന്ത് വരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ 3 നമുക്ക് എന്ത് കൊടുക്കാം? ബി കൊടുക്കാം, ബി. 4 ഇന്ത്യയുടെ വടക്ക് ആണ് ഹിമാലയ പർവ്വതം. അപ്പം 4 ഏത് കൊടുക്കാം? എ. അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്. ഇപ്പം ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് തന്നിട്ടുള്ള ഓപ്ഷനിൽ വെച്ച് ഏതാണ് വരിക? സമതലങ്ങളാണ് അല്ലേ. നമ്മൾ ഉത്തര മഹാസമതലങ്ങളൊക്കെ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നില്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏത് തന്നെയാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമീർ പീഠഭൂമിയാണെന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. അപ്പം താഴെ കൊടുത്തിട്ടുള്ളവയിൽ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 1 വേലിയോർജം, രണ്ടാമത് നമുക്ക് എന്തെടുക്കാം? മൂന്നാമതായിട്ട് ജൈവവാതകം,
അഞ്ചാമത്തെ ഓപ്ഷനാണ് അടുത്ത് വരുന്നത് സൗരോർജ്ജം. അപ്പോൾ 3 വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? അതിൽ ഒന്ന് വേലിയോർജ്ജം, മറ്റൊന്ന് ജൈവവാതകം, മൂന്നാമത് സൗരോർജ്ജം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? അപ്പം ഖാരിഫ് വിളകൾ അല്ലാത്തതാണ് കണ്ടെത്താൻ വന്നിട്ടുള്ളത്. അപ്പം ഖാരിഫ് വിളകൾ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2, 3, 4, 8 അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? രണ്ടാമത് ഗോതമ്പ്, അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ പുകയില. ഗോതമ്പ്, കടുക്, പുകയില, പിന്നെ നിലക്കടല എന്നിവ എന്തല്ല? ഖാരിഫ് വിളകളല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? സ്ഥിരം ചോദ്യമാണ്, പണ്ടേ ചോദിക്കുന്ന ചോദ്യമാണ്. പരുത്തിയാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് വരിക. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കിയൊക്കെ കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാരെ? സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ഈ ക്വസ്റ്റ്യൻ ഈ അടുത്ത് നടന്ന പ്രിലിമിനറി തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ട്, അതുപോലെ തന്നെ LPS, UPS ഒക്കെ ഇതൊക്കെ ഈ ചോദ്യം സമത്വ സമാജം ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ നിരന്തരം ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചോ. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ഓപ്ഷൻ ഡി ആണ്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അടുത്തത്, സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ, 42-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? അപ്പം ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. 25-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. 2010 ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. ഇതും സ്ഥിരം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 4A എന്ന് പറയുന്ന ഭാഗത്ത് 51A എന്ന് പറയുന്ന വകുപ്പിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ, പാർട്ട് 4A 4A. അടുത്ത ക്വസ്റ്റ്യൻ, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം. അപ്പം ഓടിച്ചാടി 32 എന്ന് എഴുതരുത്. ആരുടേതാണ് ചോദിച്ചത്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ചോദിച്ചത്. അപ്പോൾ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ എത്രയാണ്? 226-ാം വകുപ്പ് പ്രകാരം ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും എന്ത് പുറപ്പെടുവിക്കാം? റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പോൾ തന്നിട്ടുള്ളതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 226. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INA രൂപീകരിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ INA രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഇതും സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലിട്ടൺ പ്രഭു ആണ് അല്ലേ. അപ്പം പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു. ഓപ്ഷൻ എ.
അടുത്തത്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശാരദാ സദൻ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതും 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനമായിരുന്നു ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം. അപ്പോൾ ISRO രൂപീകൃതമായ വർഷം 1969. അപ്പോൾ ISRO രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏതു കൃതിയിൽ നിന്നാണ്? ഇതും സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏതു കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? അപ്പോൾ ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ സി ആണ്, VP മേനോൻ ആണ്. ഇതും സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെങ്കിൽ തിരിച്ചു ചോദിച്ചതാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരാണ്? VP മേനോൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ആയി ആവിഷ്കരിച്ചത് ആര്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് നമുക്കറിയാം, ദാദാബായ് നവറോജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പാലക്കാട് മാറി. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. അപ്പം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആന്റണിയാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം PJ ആന്റണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏതു നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം നമുക്കറിയാം കുന്തിപ്പുഴയുടെ ഭാഗമാണ്. പാത്രക്കടവ് വെള്ളച്ചാട്ടം കുന്തിപ്പുഴയുടെ ഭാഗമാണ്. ഇത് രണ്ട് ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? അപ്പം ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ വയനാട്ടിലെ എടക്കൽ ഗുഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. അത് നമുക്കറിയുന്നതാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കണ്ണൂർ. ഒരുവിധ എല്ലാ ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കണ്ണൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. അപ്പോൾ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം 1985 ആരാണ്? രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1984. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അതും. അടുത്തത്, ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? അപ്പം ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം വയനാട് ജില്ലയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയമാണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. അപ്പം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. നമുക്കറിയാം അയ്യങ്കാളി നടത്തിയ പ്രസ്താവനയാണ് ഇതിലെ. അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സവർണജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് സവർണജാഥ. അപ്പം ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സവർണജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അബ്രാഹ്മണർക്കും വേദം പഠിക്കാമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി നമുക്കറിയാം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. ബാക്കി മൂന്നും ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. ആത്മോപദേശ ശതകവും ദൈവദശകവും അതേപോലെ തന്നെ ദർശനമാല എന്നിവ രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. ഓപ്ഷൻ സി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിബായി ആണ്. അപ്പം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിബായി ആണ്. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചതാരെ? സർദാർ KM പണിക്കറാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് സർദാർ KM പണിക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലായിരുന്നു? ആരുടെ അധ്യക്ഷതയിലായിരുന്നു? ആനി ബസന്റിന്റെ അധ്യക്ഷതയിലായിരുന്നു. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ഇതിന്റെ അധ്യക്ഷനാരായിരുന്നു? ആനി ബസന്റ്. ഓപ്ഷൻ ഡി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതാരാണ്? നമുക്കറിയാം കുമാരഗുരുദേവൻ എന്ന വൈകിയിൽ യോഹന്നാനാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. ഓപ്ഷൻ എ ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ബാക്കി മൂന്നും ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? എലിപ്പനി, ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പം ബാക്ടീരിയ രോഗമല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഹെപ്പറ്റൈറ്റിസ് ആൻസർ. അടുത്തത്, അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഗോയിറ്റർ അല്ലേ. ഓപ്ഷൻ സി. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഓപ്ഷൻ സി ആണ് തെന്നി നീങ്ങുന്ന സന്ധി. ഇപ്പം കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ശലഭം പദ്ധതി. അപ്പം കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അവർ റേച്ചൽ കാഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണെങ്കിൽ ഏതാണ്? തൂതപ്പുഴയാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. അപ്പം ചോദിച്ചത് ഏതാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം, അത് കാസർഗോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? അപ്പോൾ 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോം. അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ് ഏഴോം. അടുത്ത ക്വസ്റ്റ്യൻ,
ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ് അല്ലേ. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ 1ഉം 3ഉമാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? അപ്പം ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അപ്പോൾ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്തത്, അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? അപ്പോൾ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. അപ്പോൾ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലെ ഘടകമൂലകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് PVC. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? PVC. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏതു താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇപ്പോൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏത്? അപ്പോൾ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം മാത്രമാണ് സമതല ദർപ്പണത്തിന്റെ സവിശേഷതയല്ലാത്തത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്തായിരുന്നു? പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത പ്രസ്താവന 3 പറയുന്നത് എന്താണ്? പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? 27.5 ദിവസമാണ്. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27.5 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതുതരം ചലനമാണ്? പെൻസിലിന്റെ ചലനം വർത്തുള്ള ചലനമാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പം പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം എന്താണ്? പെൻസിലിന്റെ ചലനം വർത്തുള്ള ചലനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ നമുക്കറിയാം നീരാവിയാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ. അപ്പോൾ 80 മുതൽ ഇനി അങ്ങോട്ട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറിൻ്റെ ഓപ്ഷനും മാത്രം വായിക്കുന്നു. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 81ാം ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് 82ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 83ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 83ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 87ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 87ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 90ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 90ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 91ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 92ാം ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 93ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 93ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 94ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 94ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 96ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 96ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 97ാം ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 97ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 98ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 98ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 100ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 100ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF മെറ്റീരിയലും കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനലിൽ അയക്കുന്നതാണ്. അപ്പം എല്ലാവരും ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.